മാധ്യമങ്ങളൊക്കെ അബ്ദുൽ നാസർ മദനിയുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. അദ്ദേഹവും ഞങ്ങളും തമ്മിലുള്ള ബന്ധം ഇണങ്ങിയും പിണങ്ങിയും ഉണ്ടായിരുന്നു. നേരത്തെയുള്ള നിലവെച്ച ഇണങ്ങിയും പിണങ്ങിയും ഞങ്ങൾ നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം ജയിലിലായതിനു ശേഷം നമ്മുടെ കേരളത്തിൽ RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ഒഴികെ ബാക്കി ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തിന് നേരെ കാണിക്കുന്നത് നീതി നിഷേധമാണെന്നും കടുത്ത പീഡനമാണെന്നും പരസ്യമായി അഭിപ്രായപ്പെടുക എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ജയിലിൽ നിന്നിറങ്ങിയ അദ്ദേഹം സ്വീകരിച്ച പരസ്യ നിലപാടുകളുണ്ട്. അതിനുശേഷം അതൊന്നും രഹസ്യമല്ല, ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന ഭീകരതയുടെ നേരെ പരസ്യ നിലപാട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും സ്വീകരിച്ചിട്ടുണ്ട്. ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള യോഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ പോയി സംസാരിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അത് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കലായിരുന്നില്ല, മതമൗലികവാദത്തെ പ്രോത്സാഹിപ്പിക്കലായിരുന്നില്ല, ഏതെങ്കിലും തരത്തിൽ വർഗീയതയെ ശക്തിപ്പെടുത്തലായിരുന്നില്ല. ഇതെല്ലാം ഉണ്ടായാൽ സ്വാഭാവികമായും ഞങ്ങൾ എതിർക്കേണ്ടതായിട്ട് വരും. അതൊന്നുമില്ലാത്ത ഒരാളെ ഞങ്ങൾ എന്തിനു എതിർക്കണം? അതൊന്നുമല്ലാത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ പ്രോത്സാഹിപ്പിക്കല്ലേ ഞങ്ങൾ ചെയ്യുക. നമ്മുടെ നാട്ടിൽ ഇതിന്റെ എല്ലാം ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മതമൗലികവാദത്തിന്റെയും വർഗീയതയുടെയും ഭീകരതയുടെയും എല്ലാം വക്താക്കളായി ചിലരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിനെയെല്ലാം എതിർക്കുന്ന, അതിനെയെല്ലാം ഒറ്റപ്പെടുത്തുന്ന, അതിനെല്ലാം എതിരെയുള്ള വികാരം ശക്തിപ്പെടുത്തുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നവരെ ഞങ്ങൾ സ്വാഭാവികമായും പ്രോത്സാഹിപ്പിക്കും. ഇവിടെ ആ വശം കാണാതിരിക്കരുത്. ഇവിടെയുള്ള സങ്കുചിത മനസ്സുകൾക്ക് വേറെ ചില താല്പര്യങ്ങളാണ്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇങ്ങനെ സഹായിക്കുന്ന നില വന്നാൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ കരുത്തായി പോകുമല്ലോ. അപ്പോ പിന്നെ എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് വടക്കാക്കി കളിയാം. ആ വടക്കാക്കി തനിക്കാക്കാൻ പറ്റുമെന്നാണ് ഇപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വിദ്യയൊക്കെ കയ്യിൽ വെച്ചേ കേട്ടോ. നിങ്ങൾ വർഗീയതയാണ്, ഇതാ ഭീകരം വന്നിരിക്കുന്നു, അതാ വർഗീയവാദി വന്നിരിക്കുന്നു എന്നൊന്നും പറഞ്ഞ് CPIM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും വിരട്ടാൻ നോക്കണ്ട. കാരണം വിരട്ടാൻ നോക്കണ്ട എന്ന് പറയുന്നത് ഈ നാട്ടിൽ, ഈ രാജ്യത്ത് അതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയും മുന്നണിയുമാണ് ഞങ്ങളുടേത്.